Welcome to Bosco Campus Vision. Today we are discussing the subject Labour Law and Industrial Relation of S5 BBA under Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are continuing the last class section, that is statutory provision concerning employee welfare. So last session we already discussed two acts regarding in this section, and so the balance are discussing in this session. These are the statutory provisions concerning employee welfare. That is, employees are required to provide welfare facilities for workers under the following laws. That is, the Factories Act 1948, the Plantation Labour Act 1951, the Mines Act 1952, the Motor Transport Workers Act 1961, and the last is the Contract Labour Act 1970. So the first two, that is Factories Act and the Plantation Labour Act, we are discussed in the last section. So now we are discussing the balance three, that is the Mines Act, Motor Transport Workers Act, and the Contract Labour Act 1970. Let's see in detail these acts. So in the Mines Act 1952, the mine owners are required to make provisions for, what are they? Crushers, shelter, canteen, first aid boxes and rooms, pit head baths, and the appointment of welfare officer. The മൈൻ ആക്ട് ഇല്ലേ 1952 ഇല്ലേ മൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഖനികൾ ഇല്ലേ കൽക്കരി ഖനികൾ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം അവിടെയൊക്കെ ആണെങ്കിൽ എന്താണ് അതിൻ്റെ ഓണേഴ്സ് ഈ പ്രൊവിഷൻസ് പ്രകാരം അതായത് 1952 മൈൻസ് ആക്ട് പ്രകാരം അവിടുത്തെ വർക്കേഴ്സിന് കൊടുക്കേണ്ട വെൽഫെയർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എംപ്ലോയീസിന് കൊടുക്കേണ്ട വെൽഫെയർസ്. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ് ക്രഷേഴ്സ് ഇല്ലേ 50 ഓർ മോർ വിമൻസ് ആർ എംപ്ലോയ്ഡ്, അതായത് 50 അതിൽ കൂടുതൽ സ്ത്രീകളോ ജോലി ചെയ്യുന്ന മൈൻ ക്വാറികളൊക്കെ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ക്രഷേഴ്സ് ഇല്ലേ അമ്മത്തോട്ടിൽ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ സെഷനിലും പറഞ്ഞു മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് വരുന്ന ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനെയും കൂടെ ഓഫീസിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അവർക്ക് എന്താണ് ആ സ്ത്രീക്ക് ജോലി ഈസി ആയിരിക്കും. കാരണം എന്താണ് ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട് അമ്മയ്ക്ക് പോകാനുള്ളൊരു സൗകര്യം, അതാണ് അവരോട് ഉദ്ദേശിക്കുന്നത്. The second is shelter, that is shelter for taking food and rest whenever 150 or more workers are employed. ഇനി മൈൻസിലാണെങ്കിൽ അവിടെ 150 പേരോ അതിൽ കൂടുതൽ വർക്കേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് എന്തിനുള്ള റൂംസാണ് ഷെൽട്ടേഴ്സ് അല്ലെ, ആഹാരം കഴിക്കാൻ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ അവിടെ അതിനെന്തുള്ള സൗകര്യങ്ങൾ അതിൻ്റെ ഓണേഴ്സ് ചെയ്തു കൊടുത്തിരിക്കണം. And the third is canteen, that is 250 or more workers are employed. 250 പേരോ അതിൽ കൂടുതലോ ആൾക്കാർ മൈൻസിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കണം? ക്യാൻറ്റീൻ ഫെസിലിറ്റി ഓണേഴ്സ് പ്രൊവൈഡ് ചെയ്ത് ഈ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ആ ആക്ട് അനുസരിച്ച് ഈ വെൽഫെയർസ് എംപ്ലോയീസിന് എംപ്ലോയർ കൊടുത്തിരിക്കണം. Next is the first aid boxes or first aid rooms in mines employing more than 150 workers. ഇനി 150 പേരിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ 150 പേരോ അതിൽ കൂടുതൽ ആൾക്കാരോ വർക്കേഴ്സായിട്ടുള്ള ഒരു മൈൻ ഏരിയ ആണെങ്കിൽ അവർക്ക് എന്തുണ്ടാവണം? ഒന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടായിരിക്കണം. പിന്നെ ഫസ്റ്റ് എയ്ഡ് റൂംസിൽ എന്തെങ്കിലും ഒരു ചെറിയ അപകടങ്ങളൊക്കെ പറ്റിയാൽ അവർക്ക് അത്യാവശ്യം മരുന്നൊക്കെ വെച്ച് കെട്ടി ഒന്ന് കിടക്കാൻ വിശ്രമിക്കാനുള്ളൊരു സൗകര്യം കൂടെ ആ മൈൻ ഏരിയയിൽ ഉണ്ടായിരിക്കണം. Then this pit head bath, that is occupied with shower bath, sanitary latrine and lockers separately for men and women workers ഇല്ലേ. അപ്പോൾ പിറ്റ് ഹെഡ് ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് അത്യാവശ്യം അല്ലേ നമുക്ക് ഈ കനികളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് മൊത്തം കരിയും ഒക്കെ ആയിരിക്കും അവരുടെ ശരീരത്തിൽ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക? അതൊക്കെ അത് വാഷ് ചെയ്ത് അല്ലെങ്കിൽ കുളിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമില്ലേ. അപ്പോൾ അവർ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും കയറുന്നത്, പക്ഷേ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ദേഹാസകലം പൊടിയും കരിയൊക്കെ ആണെങ്കിൽ അവർക്ക് അതിനുള്ളൊരു സൗകര്യം. അപ്പോൾ അതിൽ എന്താണ് ഷവർ ബാത്ത്സ് ഉണ്ടായിരിക്കണം, പിന്നെ സാനിറ്ററി ലാട്രിൻസ് ഉണ്ട്, പിന്നെ അതുപോലെ ലോക്കേഴ്സ് ഇവരുടെ ഈ യൂണിഫോമുകളൊക്കെ വെക്കാനോ അല്ലെങ്കിൽ ആ ഡ്രസ്സ് മാറാനുള്ള ലോക്കേഴ്സുകളൊക്കെ അവർക്ക് വെച്ചിരിക്കും. അപ്പം അത് സെപ്പറേറ്റ് ആയിട്ട് മെൻസിനും വിമൻസിനും സെപ്പറേറ്റ് ആയിട്ട് പിറ്റ് ഹെഡ് ബാത്ത്സ് ഉണ്ടായിരിക്കണം. And the last is appointment of welfare officer whenever more than 150 workers are employed. ഇനി അവിടെയും പറയുന്നത് എന്താണ്? 150 വർക്കേഴ്സിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു മൈൻ ഏരിയ ആണെങ്കിൽ അവർക്ക് അനുപാതമായിട്ട് ആരുണ്ടാവണം? ലേബർ വെൽഫെയർ ഓഫീസേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു മൈൻസ് ആക്ട് 1952 ഇല്ലേ അവിടെ പറയുന്നത് എന്താണ്? ദ ഓണേഴ്സ് ആർ റിക്വയർഡ് ടു മേക്ക് പ്രൊവിഷൻസ് ഫോർ എന്തൊക്കെയാണ്? ക്രഷസ്, ദാറ്റ് ഈസ് 150 or more
women are employed. Then shelter for taking food and rest, and 150 or more workers are employed. And the third is canteen facility, that is whenever 250 or more workers are employed. Fourth is first aid boxes or first aid room in mines employing more than 150 workers. Next is pit head bath, that is occupied with shower bath, sanitary latrine, and lockers separately for men and women workers. And the last is appointment of welfare officer whenever more than 150 workers are employed. Clear with the Mines Act? Next is Motor Transport Workers Act 1961. ഇല്ലേ, അപ്പോൾ മോട്ടോർ ട്രാൻസ്പോർട്ട് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പോൾ ബസ്സിലൊക്കെ ജോലി ചെയ്യുന്നവർ, അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറില്ലേ മോട്ടോർ ട്രാൻസ്പോർട്ട്. അപ്പം അവർക്കൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് 1961 ആ ആക്ട് പ്രകാരമാണ് അവർക്ക് ലേബർ വെൽഫെയർ സർവീസസ് കിട്ടേണ്ടത്. സോ ഇറ്റ് കണ്ടെയ്നിങ് ദ ഫോളോയിങ് പ്രൊവിഷൻസ് ഓഫ് ലേബർ വെൽഫെയർ. ദർ ഇസ് ക്യാൻറ്റീൻ, restroom, uniform or raincoat, washing allowances, medical facilities, and the first aid facilities. The canteen of prescribed standard if employing 100 or more workers. അപ്പോൾ ഒരു മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് 1961 പ്രകാരം എവിടെയാണ് അവരുടെ മേഖലയിൽ, ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഇല്ലേ 100 പേരോ അതിൽ കൂടുതൽ ആൾക്കാരോ ഉണ്ടെങ്കിൽ അവിടെയും ഒരു പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ എന്താണ്, ഒരു ക്യാൻറ്റീൻ ഫെസിലിറ്റി, അതായത് 100 പേരുണ്ടായിരിക്കണം. ആ 100 പേരോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ക്യാൻറ്റീൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. Then the next is restroom, that is clean, ventilated, well lighted and comfortable restrooms at every place where motor transport workers are required to halt at night. ഇല്ലേ, അപ്പം അവിടെ പറയുന്നത് എന്താണ്, രാത്രി തങ്ങേണ്ട സിറ്റുവേഷൻ, അതായത് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കർ അല്ലെങ്കിൽ വർക്കേഴ്സിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർ ഇപ്പം നമുക്കറിയാം KSRTCയിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ രാത്രിയൊക്കെ നൈറ്റ് ഓടി പോകുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഡിപ്പോയിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുക. അപ്പം ഒരു രാത്രി തങ്ങേണ്ട സിറ്റുവേഷൻ വന്നാൽ അവർക്ക് എന്ത് കൊടുത്തിരിക്കണം, ഒരു ക്ലീൻ അല്ലെങ്കിൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള വെൽ ലൈറ്റഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള റെസ്റ്റ് റൂം എല്ലാ സ്ഥലത്തും അവർ എവിടേക്കാണോ പോകാൻ ചാൻസ് ഉള്ളത്, ഒരു നൈറ്റ് സ്റ്റേ വന്നാൽ അതിനുള്ള സൗകര്യം ആ മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളികൾക്ക് 1961 ആക്ട് പ്രകാരം കൊടുത്തിരിക്കണം. പിന്നെ പറയുന്നത് എന്താണ്, യൂണിഫോം ഓർ റെയിൻ കോട്ട് ടു ഡ്രൈവേഴ്സ്, കണ്ടക്ടേഴ്സ് ആൻഡ് ടൈം ചെക്കർ ഫോർ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് റെയിൻ ആൻഡ് കോൾഡ്. ഇല്ലേ, ഇനി അവർക്കിപ്പോൾ നമുക്കറിയാം അങ്ങനെയുള്ള ജോലിയിൽ നിൽക്കുന്നവർക്കെല്ലാം യൂണിഫോംസ് ഉണ്ട്. പിന്നെ ഡ്രൈവേഴ്സിന് എന്തുണ്ടാവണം, റെയിൻ കോട്ട് കൊടുക്കണം. അതായത് മഴയൊക്കെ ആണെങ്കിൽ അവർക്ക് അതിനെ ഒന്ന് എന്താണ് എല്ലാ കാര്യങ്ങളും ഇറങ്ങി നിന്ന് ചെയ്യാനും. പിന്നെ അതുപോലെ കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈം ചെക്കേഴ്സ് ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ എന്താണ് മഴയും വെയിലും ഒക്കെ കൊള്ളാതെ നിൽക്കാൻ അതിനുള്ളൊരു യൂണിഫോം അല്ലെങ്കിൽ റെയിൻ കോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അത് അവരുടെ വെൽഫെയറിനകത്ത് ഉള്ളതാണ്. Then washing allowances. The prescribed amount of washing allowance to the above mentioned staff. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റാഫുകൾക്കാർക്കൊക്കെയാണ് ഡ്രൈവേഴ്സ്, കണ്ടക്ടേഴ്സ്, ടൈം ചെക്കേഴ്സ്, അപ്പോൾ ഇവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ഒരു വാഷിംഗ് അലവൻസ്, അതായത് അവരുടെ ഡ്രസ്സ് ഇപ്പം നനഞ്ഞ് അല്ലെ മഴയത്തൊക്കെ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു വാഷിംഗ് അലവൻസ്, തുണി കഴുകാനുള്ളൊരു അലവൻസ്, ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് അവർക്ക് കൊടുത്തിരിക്കണം. Then prescribed medical facility at the operating centers and having the സ്റ്റേഷൻസ് ഇല്ലേ. അപ്പോൾ അവിടെ പിന്നെ പറഞ്ഞ എന്താണ്, ഒരു മെഡിക്കൽ ഫെസിലിറ്റി ഓപ്പറേറ്റിംഗ് സെൻറ്റേഴ്സിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു മെഡിക്കൽ ഫെസിലിറ്റിയും കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് ഇസ് ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റി ഇൻ എവരി ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. അതായത് എല്ലാ മോട്ടോർ വാഹനങ്ങളിലും എന്ത് ചെയ്യണം, നമുക്കറിയാം ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് പറഞ്ഞ് ബോക്സ് വെച്ചേക്കില്ല. അപ്പം എല്ലാ ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസും എന്ത് ചെയ്യണം, എല്ലാ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിലും ഉണ്ടായിരിക്കണം. അപ്പം ഇവിടെ മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് 1961 പറയുന്നത് എന്താണ്, ക്യാൻറ്റീൻസ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ് എംപ്ലോയിങ് 100 or more workers, then clean, ventilated or well lighted and a comfortable restroom at every place where motor vehicle workers are required to halt at night. Then third is uniform, raincoats to drivers, conductors and time checkers for protection against rain and cold. Then the prescribed amount of washing allowance to the above mentioned staff, that is drivers or conductors or the time checkers. Then prescribed medical facility at the appropriate center
or a first aid facility in every transport vehicles. Clear with the Motor Transport Act? The last is the Contract Labor, that is Regulation and Abolition Act 1970. So it is obligatory on the part of the contractor to provide the following facility. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്ട് ലേബർ അല്ലേ, സ്ഥിരം തൊഴിലാളികളല്ല, കോൺട്രാക്ട് ലേബേഴ്സ് ആണെങ്കിൽ അവർക്കും എന്തുണ്ട്, ഒരു ആക്ട് ഉണ്ട്. എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്? ക്യാൻറ്റീൻ, റെസ്റ്റ് റൂം, വാഷിംഗ് ഫെസിലിറ്റി, ഫസ്റ്റ് എയ്ഡ് ബോക്സസ്. അപ്പോൾ ഇൻ കേസ് ഓഫ് ക്യാൻറ്റീൻ ഇൻ എവറി എസ്റ്റാബ്ലിഷ്മെൻറ്റ് എംപ്ലോയിങ് 100 ഓർ മോർ വർക്കേഴ്സ്, ഇനി കോൺട്രാക്ട് ലേബേഴ്സ് ആണെങ്കിൽ പോലും അവർ 100 പേരോ അതിൽ കൂടുതൽ വർക്കേഴ്സ് ഒരു സമയത്ത് ഒരു ഇൻഡസ്ട്രിയിലുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുത്തിരിക്കണം? ഒരു ക്യാൻറ്റീൻ ഫെസിലിറ്റി കൊടുത്തിരിക്കണം. The second is restroom. Restrooms or other suitable alternative accommodation where the labor is required to halt at night in connection with the work of industrial establishment. അപ്പോൾ അവിടെയും റെസ്റ്റ് റൂമിൻ്റെ കേസിൽ ഒന്നീ റെസ്റ്റ് റൂം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് അക്കോമഡേഷൻ, അതായത് രാത്രി ലേബർ കോൺട്രാക്ടേഴ്സൊക്കെ ആകുമ്പം അവർക്കൊരു ടൈം ലിമിറ്റ് ഇല്ല, ചിലപ്പോൾ രാത്രിയൊക്കെ അവർ ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ അവർക്ക് ഒന്നീ റെസ്റ്റ് റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് അക്കോമഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് വാഷിംഗ് ഫെസിലിറ്റി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അവരുടെ ഏത് ഏരിയയിലാണോ ജോലി ചെയ്യുന്നത് അപ്പോൾ അവരുടെ യൂണിഫോംസൊക്കെ വാഷ് ചെയ്യാനും അതിനുള്ളൊരു വാഷിംഗ് ഏരിയ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സസ് ഒക്യുപ്പൈ വിത്ത് ദ പ്രിസ്ക്രൈബ്ഡ് കണ്ടൻസ്. പിന്നെ എല്ലാ ഓർഗനൈസേഷനിലും ഉള്ള പോലെ എന്താണ്, ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ്, അതിനകത്ത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളിൽ എന്തൊക്കെയാണോ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടാവേണ്ടത് അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ആ ഫസ്റ്റ് എയ്ഡ് ബോക്സിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ ദീസ് ആർ ദി കോൺട്രാക്ട് ലേബർ ആക്ട് 1970. സോ ക്ലിയർ വിത്ത് ദീസ് ആക്ട്. സോ ഇൻ കോൺട്രാക്ട് ലേബർ ആക്ട് there are 4 welfare facilities, that is canteen, every establishment employing 100 or more workers, restroom or other suitable accommodation where employee is required or a labor is required to halt at night in connection with the work of industrial establishment. And the fourth is washing facility, and the last is first aid box occupied with the prescribed content. Clear with? So I hope you all understood the topic. So today we discuss the statutory provision concerning employee welfare. So last session also we discussed this same act, that is the employees are required to provide welfare facility for workers under the following laws, and we already discussed the 5 acts regarding employee welfare. They are the Factories Act 1948, the Plantation Labor Act 1951, the Mines Act 1952, the Motor Transport Workers Act 1961, and the last is the Contract Labor Act, or we can say the Contract Labor Regulation and Abolishing Act 1970. So I hope you all understood the topic. This is an important question for university exam. So prepare well, study well. Thank you.